ഇസ്രായേലിന്റെ ഒരു മന്ത്രി ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഉർദുഗാൻ, അതായത് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യബ് ഉർദുഗാൻ അദ്ദേഹത്തിന്റെ തലയെടുക്കുമെന്നാണ്. കാരണം അത്രയും ഗൗരവമുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് അമേരിക്കയും ഇസ്രായേലും ഇത്രയും കാലം ഭയന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടായിരുന്നു സുന്നി ഷിയ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങൾ ഉണ്ടാക്കി. നമുക്കറിയാം സദ്ദാം ഹുസൈനും അതുപോലെ ഇറാനും തമ്മിൽ ഒരു നീണ്ട കാലത്തെ യുദ്ധം, ആ രണ്ട് പക്ഷത്തും അമേരിക്ക നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി മുസ്ലിം രാഷ്ട്രങ്ങൾ ഒരിക്കലും ഏകീകരിച്ചു പോകാൻ പാടില്ല എന്ന ഒരു പ്രത്യേകമായ ലക്ഷ്യത്തിന് വേണ്ടി പല പദ്ധതികളും അമേരിക്കയും അതുപോലെ ഇസ്രയേലുമെല്ലാം ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരം ഓരോ കാര്യങ്ങൾക്ക് ഏറ്റവും വലിയൊരു വിഘ്നം സൃഷ്ടിക്കുന്ന പ്രസ്താവനയാണ് ഉർദുഗാൻ നടത്തിയിരിക്കുന്നത്. തുർക്കിസ് ഉർദുഗാൻ ഇസ്ലാമിക് കൺട്രീസ് ഷുഡ് ഫോം അലയൻസ് അഗെയിൻസ്റ്റ് ഇസ്രായേൽസ് ഗ്രോവിംഗ് എക്സ്പാൻഷൻസും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഇസ്രായേലിന്റെ തന്നെ പത്രമായ ജെറുസലം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അതായത് റജബ് തൊയ്യബ് ഉർദുഗാൻ ഇസ്രായേലിന്റെ വർദ്ധിച്ചു വരുന്ന എക്സ്പാൻഷൻസും അതിന്റെ പ്രധാന കാരണം ഇപ്പോൾ നമുക്കറിയാം ഗസയിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഗസയിൽ ഏറ്റുമുട്ടൽ നടക്കുന്ന ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അധിനിവേശം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലാണ്. വെസ്റ്റ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ഈ ഭാഗമാണ്. ഈ ഭാഗത്താണ് ഇപ്പോൾ അധിനിവേശം നടത്തുന്നത്. ഇസ്രായേലിന്റെ ടാങ്കുകളും സൈനികരുമാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലുള്ളത്. ഇതാണ് ഗസ നമുക്കറിയാം. മാത്രവുമല്ല അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഗസയാണ് ഈ കാണുന്ന ചെറിയൊരു ഏരിയ. ഇത് ഈജിപ്താണ്. ഈജിപ്തിന്റെ അതിർത്തി പങ്കിടുന്ന ഈ ഭാഗത്ത് ഇസ്രായേലിന്റെ സൈനിക സാന്നിധ്യമുണ്ട്. ഇവിടെ ടാങ്കുകൾ വിന്യസിച്ചിരിക്കുകയാണ്. ആ അതിർത്തിയിൽ ഒരു ലോങ് ആയിക്കൊണ്ട് തന്നെ ഈ അതിർത്തികൾ പൂർണ്ണമായി ഇസ്രായേലിന്റെ സൈനിക സന്നാഹങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സൈനിക സന്നാഹം ഇവിടെ ഉണ്ടാകുന്നത് ഈജിപ്തിന്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേലും ഈജിപ്തും തമ്മിൽ വലിയ ഭിന്നതയിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഉർദുഗാന്റെ ഈ പ്രസ്താവന വളരെയധികം പ്രസക്തമാകുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഉർദുഗാൻ സെഡ് ഇൻ ജൂലൈ ദാറ്റ് തുർക്കി വുഡ് എക്സ്റ്റെൻഡ് ആൻ ഇൻവിറ്റേഷൻ ടു സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് എനി ടൈം ഫോർ പോസിബിൾ ടോക്ക് ടു റീസ്റ്റോർ റിലേഷൻ ബിറ്റ്വീൻ ദ ടു നെയ്ബേഴ്സ്. അതായത് അയൽരാഷ്ട്രങ്ങളായ ഈ സിറിയയും അതുപോലെ തന്നെ തുർക്കിയും ഇതൊരു അതിർത്തി പങ്കിടുന്ന രാഷ്ട്രങ്ങളാണ്. ഈ രാഷ്ട്രങ്ങൾ തമ്മിൽ നമുക്കറിയാം കാലങ്ങളായി ഭിന്നതകൾ നിലനിൽക്കുകയാണ്. എന്നാൽ ഈ ഭിന്നത നിലനിൽക്കുന്നതിനിടയിൽ ഉർദുഗാൻ ആ ഭിന്നതകൾ മാറ്റിവെച്ച് പരസ്പര സൗഹൃദത്തിലേക്ക്, ഒരു ചർച്ചയിലേക്ക് ബഷാറുൽ അസദ് എന്നറിയപ്പെടുന്ന സിറിയയുടെ പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ അവിടെ പ്രധാനമായും വളരെ പ്രസക്തമാകുന്നത് ഇതാണ്. നമുക്കറിയാം ഈ സിറിയ എന്നറിയപ്പെടുന്നത് ഈ ഭാഗമാണ്. ഈ ഭാഗത്ത് ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിറിയ എന്നറിയപ്പെടുന്ന രാഷ്ട്രവുമായി സഖ്യത്തിൽ ഏർപ്പെടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് നമുക്കറിയാം സിറിയയുടെ അതിർത്തി. ഇതാണ് സിറിയയിൽ നിന്ന് ഇസ്രായേൽ അധിനിവേശം നടത്തിയിട്ടുള്ള ഗോലാൻ എന്നറിയപ്പെടുന്നത്. ഈ ഭാഗം ഇസ്രായേലാണ്. അതുകൊണ്ട് തന്നെ ഡമസ്കസുമായി ഈ സിറിയയുമായി ഈജിപ്ത് ഒരു സഖ്യത്തിൽ ഏർപ്പെടുക എന്നത് ഇസ്രായേലുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഒരു സൈനിക നടപടി ആഗ്രഹിക്കുന്നുവെങ്കിൽ സിറിയയുടെ സാന്നിധ്യം, സിറിയയുടെ അംഗീകാരം അല്ലെങ്കിൽ സിറിയയുമായി ബന്ധം സ്ഥാപിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ നമുക്കറിയാം മറ്റൊരു ഭാഗമാണ് ഈജിപ്ത്. ഈജിപ്തുമായി ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ഉർദുഗാൻ പലതവണയായി സംസാരിച്ചിട്ടുണ്ട്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഈ ഭാഗങ്ങളിലേക്കെല്ലാം ഇവിടെ തന്നെ നമുക്കറിയാം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ അധിനിവേശം നടത്തുമ്പോൾ, ഈ വെസ്റ്റ് ബാങ്കിന്റെ ഈ ഭാഗം നമുക്കറിയാം, ഈ ഭാഗം അധിനിവേശം നടത്തുമ്പോൾ സ്വാഭാവികമായും അത് ജോർദാനിന് ഭീഷണിയാണ്. ഇവിടെ സൈനിക സാന്നിധ്യം ഉണ്ടാകുന്നത് ജോർദാനിന് ഭീഷണിയുണ്ട്, അതുപോലെ തന്നെ ഈജിപ്തിന് ഭീഷണിയുണ്ട്. ഇങ്ങനെ ഈ എക്സ്പെൻഡ് ചെയ്യാനുള്ള ഇസ്രായേൽ എന്നറിയപ്പെടുന്ന രാഷ്ട്രം പല ഭാഗങ്ങളിലേക്കായി എക്സ്പെൻഡ് ചെയ്യാനുള്ള ഈ നീക്കം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ഒരു ചെറിയ രാഷ്ട്രമാണ് മിഡിൽ ഈസ്റ്റിൽ, അത് എന്തുകൊണ്ട് ഒന്നുകൂടെ വലുതാക്കിക്കൂടാ അല്ലെങ്കിൽ അത് ഒന്നുകൂടെ വികസിപ്പിച്ചുകൂടാ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ്, ഇസ്രായേലിനെ എക്സ്പെൻഡ് ചെയ്യുക എന്നത്.
അത്തരം ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഉർദുഗാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അറബ് മുസ്ലിം വേൾഡുകൾ എല്ലാം ഒരുമിച്ചുകൊണ്ട് ഒരു സഖ്യം രൂപീകരിക്കുക എന്നതാണ് ഉർദുഗാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഇസ്രയേലും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമുണ്ട്. ഈ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാഷ്ട്രങ്ങൾ, നമുക്കറിയാം ഇവിടെയുള്ള രാഷ്ട്രങ്ങൾ മുസ്ലിം രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങൾ, ഇവിടെയാണ് കൂടുതലായി എണ്ണ സമ്പത്തുള്ളത്. എന്നാൽ ഇത് അമേരിക്കയുമായി ഭിന്നിക്കുന്നതോടുകൂടെ തന്നെ റഷ്യയും ചൈനയും ഇവിടെ സാന്നിധ്യം ഉറപ്പിക്കും. മാത്രമല്ല റഷ്യയിലും അതുപോലെ തന്നെ എണ്ണയുണ്ട്. എണ്ണയുള്ള രാഷ്ട്രങ്ങളെല്ലാം അമേരിക്കയെയും യൂറോപ്പിനെയും ഉപരോധിക്കുന്നതോടുകൂടെ അല്ലെങ്കിൽ അവരുമായി ഒരു സംഘട്ടനത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും എണ്ണയുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രത്യാഘാതം അമേരിക്കയും യൂറോപ്പും നേരിടേണ്ടി വരും. തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് തന്നെ നയിക്കും. എന്നാൽ ഇത്തരം ഒരു നീക്കത്തെ വളരെ പോസിറ്റീവായിട്ടാണ് നമുക്കറിയാം റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും അതിനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ള എല്ലാ പിന്തുണയും റഷ്യയും ചൈനയും തുർക്കിയുടെ നേതൃത്വത്തിലുള്ള ഈ നീക്കത്തിന് നിൽക്കും. അതേസമയത്ത് സൈനികപരമായി ചൈനയോ അല്ലെങ്കിൽ റഷ്യയോ ഇടപെടുമെന്ന കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായും അതിനുള്ള സാധ്യതകൾ കുറവാണ്. എന്നിരുന്നാൽ പോലും അവരുടെ പിന്തുണ ഈ രാഷ്ട്രങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ഉർദുഗാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സഖ്യം രൂപീകരിക്കുക എന്നത് അമേരിക്ക ഏറെക്കുറെ ഭയപ്പെടുന്ന കാര്യമാണ്. മാത്രമല്ല അമേരിക്ക ഇപ്പോൾ പ്രധാനമായും ഫോക്കസ് ചെയ്തിരുന്നത് ഉക്രൈൻ റഷ്യ യുദ്ധം തന്നെയാണ്. പക്ഷെ അതിനിടയിൽ പെട്ടെന്ന് ഉണ്ടായി, അതായത് ദൗർഭാഗ്യപരമായി ഉണ്ടായ ഒരു യുദ്ധമാണ് ഫലസ്തീനും അതുപോലെ തന്നെ ഇസ്രയേൽ അതുപോലെ ഗസ യുദ്ധം. ഈ യുദ്ധം അമേരിക്ക ആഗ്രഹിച്ചതല്ല. കാരണം അമേരിക്കയുടെ ഒരുപാട് താല്പര്യങ്ങൾ ഇതിലൂടെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ ഇവിടെ ശക്തമായി ഇസ്രായേലിനോട് കൂടെ പിന്തുണയും അല്ലെങ്കിൽ യുദ്ധത്തിൽ തന്നെ പങ്കെടുക്കേണ്ട സാഹചര്യം അമേരിക്കക്ക് വരുന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പ് നഷ്ടപ്പെട്ടു പോയാൽ അത് അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റിൽ ഇത്രയും കാലം ഉണ്ടാക്കിയ എല്ലാ താല്പര്യങ്ങളും നഷ്ടപ്പെടും. അവരുടെ എല്ലാ സ്വാധീനങ്ങളും മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇല്ലാതാകും. പിന്നെ ഒരു മുസ്ലിം രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളും അമേരിക്കയുമായി പോലും സഹകരിക്കാൻ തയ്യാറാവുകയില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ നിലനിൽപ്പ് അവിടെ ആവശ്യമാണ്. ഇസ്രായേലിന്റെ ഭീഷണി മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് നിലനിൽക്കേണ്ട അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങൾക്ക് നിലനിൽക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതൊരു ഭീഷണിയായി അവിടെ നിലനിർത്തേണ്ടതുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇല്ലാതായാൽ എല്ലാ താല്പര്യങ്ങളും എണ്ണ അടക്കമുള്ള താല്പര്യങ്ങളെല്ലാം തകരുമെന്ന് അമേരിക്കക്ക് അറിയാം. അതുകൊണ്ട് ഇസ്രായേലിനെ നിലനിർത്തുക എന്നത് അനിവാര്യ ഘടകമാണ്. പക്ഷെ അമേരിക്കയുടെ പിന്തുണ ഇല്ല എങ്കിൽ ഇപ്പോൾ ഇസ്രായേലിന് നിലനിൽപ്പുണ്ടാവുകയില്ല. അതുകൊണ്ട് ഏതർത്ഥത്തിലും ഏതറ്റം വരെയും അമേരിക്ക അതിന് പിന്തുണക്കുകയും ഇസ്രായേലിനെ നിലനിർത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പോൾ അത് അമേരിക്ക ആഗ്രഹിച്ചിരുന്നതല്ല, സ്വാഭാവികമായും അങ്ങനെ വന്നെത്തിപ്പെട്ടതാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇപ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ള സഖ്യങ്ങളും അതുപോലെ രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വേൾഡ് വാറിലേക്ക് തന്നെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.